നമസ്കാരം. ജനഹിതം 24x7 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ സമ്പാദ്യമായ സ്വർണത്തെക്കുറിച്ചാണ്. വീട്ടിലിരിക്കുന്ന പഴയ സ്വർണം വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വെറുതെ ഒരു ജ്വല്ലറിയിൽ പോയി സ്വർണം കൊടുത്ത് പണം വാങ്ങി വരുന്നത് മാത്രമല്ല ഇതിലെ കാര്യം. 2026 പുതിയ നിയമങ്ങൾ പ്രകാരം ഇതിൽ ചില നികുതി കാര്യങ്ങളും പേപ്പർ ഇടപാടുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വർണം വിൽക്കുമ്പോൾ പരമാവധി ലാഭം കിട്ടാനും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കാനും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ഇപ്പോൾ സ്വർണത്തിന് റെക്കോർഡ് വിലയുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ പഴയ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ അനുയോജ്യമായ സമയമാണ്. പക്ഷേ സ്വർണം വിൽക്കുന്നതിന് മുൻപ് നിങ്ങൾ കുറഞ്ഞത് 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. 1. സ്വർണത്തിന്റെ തൂക്കം. 2. അതിന്റെ പരിശുദ്ധി അഥവാ ഹോൾമാർക്കിംഗ്. 3. ഇന്നത്തെ വിപണി വില. സ്വർണം വിൽക്കാൻ പോകുന്ന ദിവസം പത്രത്തിലോ വിശ്വസനീയമായ സൈറ്റുകളിലോ നോക്കി അന്നത്തെ കൃത്യമായ വില മനസ്സിലാക്കണം. ജ്വല്ലറികൾ ഈ വിലയിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ടെങ്കിലും വലിയ വ്യത്യാസം വരുത്താൻ പാടില്ല. സ്വർണം വിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോൾമാർക്കിംഗ്. BSI ഹോൾമാർക്കിംഗ് ഉള്ള സ്വർണമാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പരിശുദ്ധിയിൽ പേടിക്കേണ്ടതേയില്ല. പഴയ സ്വർണത്തിൽ ചിലപ്പോൾ ഹോൾമാർക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജ്വല്ലറികൾ സ്വർണം ഉരുക്കി അതിന്റെ പരിശുദ്ധി പരിശോധിക്കും. ഇതിനെയാണ് മെൽറ്റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ അളവിൽ സ്വർണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹോൾമാർക്കുള്ള സ്വർണമാണെങ്കിൽ അത് മാറ്റം കൂടാതെ വിൽക്കാൻ എളുപ്പമാണ്. ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണം വിൽക്കുമ്പോൾ തേയ്മാനത്തിന്റെ പേരിൽ വലിയ തുക കുറയ്ക്കാൻ കടക്കാരെ കൊണ്ട് അനുവദിക്കരുത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നികുതി കാര്യങ്ങളിലേക്ക് വരാം. സ്വർണം വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് നമ്മൾ സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കണം. ഇതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. പലരും വിചാരിക്കുന്നത് സ്വർണം വിറ്റാൽ കിട്ടുന്ന മുഴുവൻ തുകയും നമ്മുടെ ലാഭമാണെന്നാണ്. എന്നാൽ അതല്ല സത്യം. നിങ്ങൾ വാങ്ങിയ വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ലാഭം. 2026 പുതിയ നിയമപ്രകാരം നിങ്ങൾ സ്വർണം വാങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഈ ലാഭത്തിന്മേൽ 12.5% ടാക്സ് നിങ്ങൾ അടയ്ക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ പണ്ട് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്വർണം ഇപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ആ 1 ലക്ഷം രൂപ ലാഭത്തിന്മേൽ നിങ്ങൾ നികുതി കണക്കാക്കണം. 2 വർഷത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനായി കണക്കാക്കും. ഇത് നിങ്ങളുടെ ആ വർഷത്തെ ആകെ വരുമാനത്തോടൊപ്പം ചേർക്കുകയും നിങ്ങൾ ഏത് ടാക്സ് സ്ലാബിലാണോ വരുന്നത് അതനുസരിച്ച് നികുതി നൽകേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് സ്വർണം വിൽക്കുന്നതിന് മുൻപ് അത് എന്ന് വാങ്ങിയതാണെന്ന് കൃത്യമായി ഓർത്തെടുക്കുന്നതാണ് നല്ലത്. ഇതിനായി സ്വർണം വാങ്ങിയ സമയത്തെ ബില്ലുകൾ സൂക്ഷിച്ചു വെക്കുന്നത് വലിയ ഉപകാരമായിരിക്കും. ബില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങിയ തുക കൃത്യമായി തെളിയിക്കാൻ സാധിക്കും. ബില്ലില്ലെങ്കിൽ വിപണിയിലെ അന്നത്തെ ഏകദേശ വില കണക്കാക്കി വേണം നികുതി തീരുമാനിക്കാൻ. സ്വർണം വിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നിയമപരമായ വശം പണമിടപാടുകളാണ്. വലിയ തുകയ്ക്ക് സ്വർണം വിൽക്കുമ്പോൾ പണം കൈപ്പറ്റുന്നത് എപ്പോഴും ആ ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കാൻ ശ്രദ്ധിക്കുക. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് പാൻ കാർഡോ ആധാർ കാർഡോ നിർബന്ധമാണ്. 2 ലക്ഷത്തിന് മുകളിൽ പണമായി വാങ്ങുന്നത് നിയമവിരുദ്ധമാണെന്ന് ഓർക്കണം. ഇങ്ങനെ പണമായി വാങ്ങിയാൽ പിന്നീട് ഇൻകം ടാക്സ് വകുപ്പിൽ നിന്ന് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജ്വല്ലറിയിൽ നിന്ന് പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുക. അതുപോലെ സ്വർണം വാങ്ങിയ കടയിൽ നിന്ന് തന്നെ അത് വിൽക്കണമെന്നില്ല. എവിടെയാണോ മികച്ച വില കിട്ടുന്നത് അവിടെ വിൽക്കാം. പക്ഷെ വിൽക്കുമ്പോൾ സ്വർണം വാങ്ങിയതിന്റെയും വിറ്റതിന്റെയും രേഖകൾ കൃത്യമായി കയ്യിൽ കരുതണം. നമുക്ക് നികുതി ലാഭിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. ഉണ്ടല്ലോ. നിങ്ങൾ സ്വർണം വിറ്റ് കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് പുതിയൊരു വീട് വാങ്ങുകയോ അല്ലെങ്കിൽ വീട് പണിയുകയോ ചെയ്താൽ ഈ ടാക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് ലഭിക്കും. ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ 54F പ്രകാരമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. സ്വർണം വിറ്റ് കിട്ടുന്ന തുക മുഴുവനായി വീട് നിർമ്മാണത്തിനോ വാങ്ങുന്നതിനോ ഉപയോഗിച്ചാൽ നികുതി പൂർണ്ണമായും ഒഴിവാക്കാം. വലിയ തുകയുടെ ഇടപാടാണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെയോ ടാക്സ് വിദഗ്ധനെയോ കണ്ട് ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. അവർക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ കൃത്യമായ കണക്കുകൾ പറഞ്ഞു തരാൻ സാധിക്കും. സാധാരണക്കാർ വരുത്തുന്ന ചില പ്രധാന തെറ്റുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ തെറ്റ് ജ്വല്ലറികൾ പറയുന്ന തേയ്മാനം, അതായത് വേസ്റ്റേജ് കണ്ണടച്ച് വിശ്വസിക്കുക എന്നതാണ്. പഴയ സ്വർണം വിൽക്കുമ്പോൾ 5 മുതൽ 10% വരെ തേയ്മാനം കുറയ്ക്കാറുണ്ട്. എന്നാൽ ഇത് അമിതമാണോ എന്ന് പരിശോധിക്കണം. രണ്ടാമത്തെ തെറ്റ് സ്വർണം വിൽക്കുമ്പോൾ കൃത്യമായി ബില്ല് വാങ്ങാതിരിക്കുക എന്നതാണ്. നിങ്ങൾ സ്വർണം വിറ്റുവെന്നും ഇത്ര തുക കിട്ടിയെന്നും കാണിക്കുന്ന ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇതിനെ സെയിൽസ് ഇൻവോയ്സ് എന്ന് പറയും. ഭാവിയിൽ നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നാൽ ഈ രേഖയാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. മൂന്നാമത്തെ തെറ്റ് വിറ്റ തുക മുഴുവൻ പണമായി വാങ്ങി വീട്ടിൽ വെക്കുക എന്നതാണ്. ഇത് സുരക്ഷിതമല്ല എന്ന് മാത്രമല്ല നിയമപരമായും തെറ്റാണ്. ഡിജിറ്റൽ സ്വർണം അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ട് വിൽക്കുന്നവരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ സോവറിൻ ഗോൾഡ് ബോണ്ടാണ് വാങ്ങിയതെങ്കിൽ അത് 8 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി വിൽക്കുമ്പോൾ ടാക്സ് നൽകേണ്ടതില്ല. എന്നാൽ കാലാവധിക്ക് മുൻപ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വിൽക്കുകയാണെങ്കിൽ സ്വർണത്തിന് നൽകുന്ന അതേ ടാക്സ് ഇതിനും ബാധകമാകും. ഡിജിറ്റൽ
സ്വർണത്തിനും സാധാരണ സ്വർണത്തിന്റെ അതേ നിയമങ്ങൾ തന്നെയാണ് ഉള്ളത്. ചുരുക്കത്തിൽ പഴയ സ്വർണം വിൽക്കാൻ പോകുമ്പോൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം നേടാം. ഒന്നാമതായി നല്ലൊരു ജ്വല്ലറി കണ്ടെത്തുക. രണ്ടാമതായി തൂക്കവും പരിശുദ്ധിയും ഉറപ്പാക്കുക. മൂന്നാമതായി പണം ബാങ്ക് വഴി വാങ്ങുക. നാലാമതായി നികുതി എത്ര വരുമെന്ന് മുൻകൂട്ടി കണക്കാക്കുക. അഞ്ചാമതായി എല്ലാ ഇടപാടുകളുടെയും ബില്ലുകൾ സൂക്ഷിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സമാധാനമായി സ്വർണം വിൽക്കാം. ഓർക്കുക, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ എപ്പോഴും സുതാര്യമായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ OTP നമ്പറുകളോ ആർക്കും കൈമാറരുത്. സ്വർണം വിൽക്കുമ്പോൾ ജ്വല്ലറിയിൽ നിങ്ങളുടെ ID പ്രൂഫ് നൽകുന്നത് സാധാരണമാണ്. എന്നാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണം. കൂടുതൽ വ്യക്തതയ്ക്കായി സർക്കാർ വെബ്സൈറ്റുകളോ അംഗീകൃത ടാക്സ് കൺസൾട്ടന്റ്മാരെയോ സമീപിക്കേണ്ടതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കുക. നന്ദി.